ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നേരം വെളുത്തു 10:30 ഇനി നമ്മള് അടുത്ത പരിപാടിയിലേക്കുള്ള ഒരുക്കത്തിലാണല്ലേ. നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? കീർഗംഗ കസോൾ പോകുന്നല്ലേ? കസോൾ. അപ്പോ അവിടെ പോയി ട്രക്കിങ് ചെയ്യുന്നുണ്ടാവും അല്ലേ? 8 മണിക്കൂർ ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോ ഈ തെണ്ടികളും കൂടെ നമ്മളൊക്കെ പോണേ. ഏതായാലും പോയോക്കട്ടെ, അടിപൊളിയാവും. പേസ്റ്റ് ഒക്കെ എടുത്തൊക്കെ നമ്മളുടെ പ്ലാൻ ബി ആയില്ലേ. നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? നമ്മള് നേരത്തെ എങ്ങോട്ട് പോകാനാണ് വിചാരിച്ചത്? കാസർഗോഡിലേക്ക് പോകാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടെ ഈ സമയത്ത് പോയി റൂം കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാന്നാ പറഞ്ഞത്. കാരണം മണാലി ഫുള്ള് മലയാളികളാണ്. അപ്പം കാസർഗോഡ് അങ്ങനത്തെ ഓരോ വില്ലേജസൊക്കെ റൂം കാര്യങ്ങളൊന്നും കിട്ടാനില്ല. പിന്നെ കിട്ടുന്ന റൂമിനൊക്കെ മുടിഞ്ഞ റേറ്റും. അപ്പോൾ പിന്നെ അത് താൽക്കാലികമായി നിർത്തി വെച്ചു. പിന്നെ നമ്മളെ ഇവിടെ തന്നെ കാണാൻ പറ്റുന്ന 2-3 നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഏതാണ്? വസിഷ്ഠി ബാബുഖാൻ്റെ അവിടെ പോകുന്നുണ്ട്. ബാബുഖാനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ അടൽ ടണലിലും പോകും. അതെ. അപ്പോൾ അവിടെയൊക്കെ പോയി നോക്കട്ടെ. അപ്പോൾ നമ്മളങ്ങനെ നടന്നിട്ടല്ലേ കേട്ടോ പോണേ? നടന്നു പോകല്ലേ? യെസ്, വാക്കിങ്. അപ്പോൾ നോക്കാം. മണാലി ഫുള്ള് ബ്ലോക്ക് ആട്ടോ. എല്ലായിടത്തും ഫുള്ള് വണ്ടിയാണ്. ഞങ്ങൾ ബൈക്ക് അന്വേഷിച്ച് ബൈക്കൊന്നും കിട്ടാനില്ല. അത് ഞാൻ പറയാം, ഇനിയിത് പറ്റി പാവാണ്, കച്ചവടമൊന്നും ഇല്ല. അതെ, അതിന് സന്തോഷമായി കിട്ടിയപ്പോ. ഇഞ്ചി, ഏലക്കായി, ഇവിടുത്തെ ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ മാറ്റണ്ട കേട്ടോ. നമ്മളെ നാട്ടിലത്തെ ചായയും തമ്മിലുള്ള വ്യത്യാസം എന്താ? പിന്നെ കൂടുതൽ പാലുണ്ട്, തണുപ്പത്തൊരു ചായ കുടിക്കുന്ന ടേസ്റ്റിംഗ്. ബാക്കിൽ കാറിൽ ഒന്നുകൂടി. കൊള്ളാം. ഇവിടുന്ന് ലേക്ക് 426 കിലോമീറ്ററാണ്. ഇതാണ് നമ്മുടെ ഫായിസ് ഇല്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഫായിസ് തിരൂരുള്ള അവന് മണാലിയിൽ നിന്ന് ലഡാക്കിലേക്ക് നടന്നതാണ്. വല്ലാത്തൊരവസ്ഥ പോയി. എങ്ങനെയാണോ സമ്മതിക്കണം കേട്ടോ അവനൊക്കെ. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? താങ്കളുടെ ഫീലിംഗ് ഇപ്പോൾ എന്താ? ഇരുന്നോളൂ. പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി ഇട്ടത്. അത്
വെറൈറ്റി ടേസ്റ്റാണ്, പലയിടത്തും പല ടേസ്റ്റാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ കുറേ കയറി കുറേ മലയൊക്കെ കയറിയപ്പോൾ വസിഷ്ഠ ടെമ്പിൾ എത്തി. ഇതാണ് വസിഷ്ഠ ടെമ്പിൾ. അപ്പോൾ അതിനുള്ളിലേക്ക് പ്രവേശനമുണ്ട്, ആവശ്യമുള്ളവർക്കൊക്കെ അതിനുള്ളിൽ പോവാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുന്നത് മണാലി ജിന്ന് എന്നറിയപ്പെടുന്ന ബാബുക്കൻ്റെ വീട്ടിലേക്ക് കേട്ടോ. അധികം ആൾക്കാർക്കും അറിയാൻ മതി, ബാബുക്ക എന്ന് പറഞ്ഞാൽ കൊയിലാട്ടിക്കാരനാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടുന്ന് കോഴിക്കോട് ജില്ലക്കാരനാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് കുറച്ച് വർഷങ്ങൾ മുന്നേ മണാലി പോയി മണാലിയിൽ സെറ്റിലായതാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ജസ്റ്റ് ചോദിച്ചാട്ടോ പോകുന്നത്. ഇതൊക്കെ ആപ്പിൾ മരങ്ങളാട്ടോ. പക്ഷേ ഈ ടൈം ആയതുകൊണ്ടാണ്, വിൻ്റർ സീസൺ ആയതുകൊണ്ടാണ് ഇതൊക്കെ കൊഴിഞ്ഞു പോയത്. അതായത് 4 മാസം കഴിഞ്ഞാൽ ഇതൊക്കെ തെളിപ്പം. ഓഫ്, പൊളി വൈബ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ എവിടുന്നാടാ വന്ന് മോനോ അവിടുന്നല്ലേ? ഇതേ കുഞ്ഞു ആപ്പിള്, ഇത് ഈ സമയത്ത് ഉണ്ടാവില്ല അല്ലേ? ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊഴിഞ്ഞു പോകും. ആഗസ്റ്റിൻ്റെ ഫസ്റ്റിലാണ് ആപ്പിളുകളൊക്കെ ഉണ്ടാവുക. ഇതേ നമ്മളെ ബോർഡ്, കേറി വാടാ മക്കളെ. എന്ത് കാണുമ്പോൾ ഒരു സുഖ. ബാബുക്കൊക്കെ ഇവിടെ മെയിനായിട്ടുള്ള പരിപാടി പറഞ്ഞത് കൃഷിയാട്ടോ. നല്ല രീതിയിൽ കൃഷി ചെയ്യും, മൂപ്പര് കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണത്. പിന്നെ ആപ്പിള് കാര്യങ്ങളൊക്കെ, ആപ്പിളിൻ്റെ ടൈം ആകുമ്പം ആപ്പിളാണ് മെയിനായിട്ട് എന്നൊക്കെ പറഞ്ഞു. എന്താ അടിപൊളി മൊമെന്റ്സ്. പിന്നല്ല. അപ്പോൾ ഗൈസ്, നമ്മളിനി പോകുന്നത് ജോഗിനി വാട്ടർഫാൾസ് കേട്ടോ. അവിടെ ബാബുക്ക പറഞ്ഞതാണ് ജസ്റ്റ് അവിടെ ഒന്ന് പോയി നോക്കുക. അവിടെ കാര്യമായിട്ട് വെള്ളവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല മലകളുണ്ട്, നല്ല ഹൈറ്റിൽ മലകളുണ്ട്. അപ്പോൾ ബാബുക്ക പറഞ്ഞതാണ് ജസ്റ്റ് അവിടെ ഒന്ന് പോയി വെക്കുന്നത്. പിന്നെ ബാബുക്കൻ്റെ അടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് കയറണ്ടെന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കുറേ മല കയറിയിട്ടേ പോയത്, പക്ഷേ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഇനിയിപ്പോൾ പോകണം എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ പുറത്തുനിന്ന് മൂപ്പര് കണ്ടു. അപ്പോൾ വിളിച്ചു, വീട്ടിലേക്ക് വിളിച്ചു, ചായയൊക്കെ തന്നു കേട്ടോ. നമ്മുടെ മണാലിയിൽ വന്നാൽ നല്ല കട്ടൻ സുലൈമാനി എവിടെയും കിട്ടൂല. അത് കിട്ടിയത് ഇപ്പോൾ ബാബുക്കൻ്റെ അടുത്ത് നിന്നാണ്. ഇവിടെ ഉള്ളവർ ആരും സുലൈമാനി ഉണ്ടാക്കി തരൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തരൂടാ. ഒന്നും കഴിച്ചില്ലല്ലോ. ഉണ്ടായിരുന്നു അവിടെ വന്നിട്ട്
ഓ ഒന്നിങ്ങനെ നോക്കി നോക്ക് മോനെ. ഈ താഴത്തുനിന്ന് മേപ്പോട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ കേട്ടോ. അത് നമ്മളെ മുന്നിലൊരു മല ഇങ്ങനെ നെഞ്ഞ് ധരിച്ച് നിൽക്കുന്ന ഫീലാണ്. പിന്നെ ഇവിടെ നല്ല വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. പക്ഷെ മഴയൊക്കെ കുറവായതുകൊണ്ടാണ് വെള്ളം കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. പിന്നെ അതിൻ്റെ മേലെ കൂടെ പോകാൻ നല്ല ട്രെക്കിംഗ് സ്പോട്ടുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് മല കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ റൂമിലേക്ക് മടങ്ങാം. അപ്പോൾ ഇപ്പോൾ 5:15 ആയിട്ടുണ്ട്. ഈ 5:45 ആകുമ്പോൾ തന്നെ നമ്മളെ നാട്ടിലത്തെ ഒരു 6:30 ആയ ഫീലാണ് ഇവിടെ. പെട്ടെന്ന് ഇരുട്ടോ. ഇത് രാവിലെ തുടങ്ങിയ ബ്ലോക്കാണ്. ഇതുവരെ ബ്ലോക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളെങ്ങാനും വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞങ്ങൾ വണ്ടി ബ്ലോക്കിൽ പെടുമായിരുന്നു. പിന്നെ നമുക്ക് പോകാൻ പറ്റുന്ന ചെറിയ ചെറിയ സ്പോട്ടുകളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ എവിടെ ഒരു ട്രിപ്പിന് പോയാലും നമുക്ക് പോകാൻ പറ്റുന്ന ചെറിയ ദൂരങ്ങളുണ്ടെങ്കിൽ അത് അവിടെയൊക്കെ മാക്സിമം നമുക്കറിയാത്ത സ്ഥലങ്ങളിൽ നമ്മൾ നടന്നിട്ട് തന്നെ പോയി വെക്കുക. അതേ കാരണം നമ്മൾ എങ്ങനെ പോകുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി അടിപൊളിയായി തോന്നുന്നത് അതേ കാരണം നമ്മളവിടെ കറക്റ്റ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും ഓരോ സ്ഥലങ്ങളും. പിന്നെ ഈ നടന്ന് യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു മെച്ചം എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു ഉമ്മൻ്റെ അടുത്തും ചായ കുടിച്ചിരുന്നു, ഒരു വയസ്സായ താത്തൻ്റെ അടുത്ത്. അതിന് ഞങ്ങൾ കണ്ടപ്പം തന്നെ അതിന് ഭയങ്കര സന്തോഷം. അത് എന്നിട്ട് ഭയങ്കര തിരക്ക് കൂട്ടി സാധനങ്ങൾ എടുക്കലും ചായ ഉണ്ടാക്കലും ഒരു ജഗപോകനും ഭയങ്കര സ്പീഡ് എല്ലാത്തിനും. അപ്പോൾ അതിനെന്തോ നല്ലൊരു കച്ചവടം കിട്ടിയ ഒരു സന്തോഷം. കാരണം അങ്ങനത്തെ ഇതിലൊന്നും സാധാരണ ആരും അവിടെ നിർത്തി ചായ കുടിക്കില്ല. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നവരൊക്കെ അവിടെ ചായ കുടിക്കും. അപ്പോൾ അങ്ങനത്തെ സംഗതികളൊക്കെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയി കാരണം. ഇപ്പോൾ നമ്മളുള്ളത് നമ്മളെ മണാലി ടൗണിലുള്ള മലയാളി തട്ടുകടകളുണ്ട്, ചെറിയ കടകളുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ കേരള കിച്ചൻ എന്ന് പറഞ്ഞൊരു ഷോപ്പിലായിട്ടുള്ളത്. ഇവിടെ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. എല്ലാ ഐറ്റംസും കിട്ടും. നമ്മളെ കേരള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ മണാലി വന്നിട്ട് ഒരിക്കലും കേരള ഫുഡ് കഴിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കേരള ഫുഡ് കഴിക്കാനാണ് ഇങ്ങോട്ട് എൻ്റെ ആവശ്യമുള്ളത്. നമുക്ക് അവിടെ നിന്ന് കഴിച്ചിവിടെ. പക്ഷേ ചില ആളുകൾക്ക് ഫുഡ് പറ്റാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർ മാത്രം ഇങ്ങനത്തെ ഹോട്ടലുകൾ ചൂസ് ചെയ്താൽ മതി. ഇത് നമ്മളെ റൂമിന്റെ, അതായത് നമ്മൾ നിൽക്കുന്ന റൂമിന്റെ അതിന്റെ ഒരു കൊച്ചു മുതലാളിയാണ്. ഇത് അറിയപ്പെടാതെ പോയതൊരു ജിന്നാട്ടോ. Once again sing. Yeah. You have to sing with me. Like, I sing for you, like you have to give my vibes. Sure. Like, Toda YouTuber. Toda YouTuber. With in like music. Okay, DJ. Possible. Boat song. I want to go. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് കേട്ടോ. അപ്പോൾ ഇന്ന് വിചാരിച്ച മാതിരി ഒന്നും നടന്നില്ല. നാളെ അടൽട്ടണയിൽ പോകാൻ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ അടൽട്ടണയിൽ പോകാൻ വേണ്ടി വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. ഒരുപാട് ആൾക്കാരുള്ളതിനെ കൊണ്ട് വണ്ടിക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്, റേറ്റും കൂടുതലാണ്. അപ്പോൾ നാളത്തെ കാഴ്ചകളായിട്ട് നാളെ കാണാം. അതുവരെയൊക്കെ ഇൻഷാ അല്ലാഹ്.